ഹായ് നമസ്കാരം, അബൂ മറിയമാണ്. അപ്പോൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. ഇന്നത്തെ യാത്ര ഉറുമ്പിക്കരയിലേക്കാണ്. കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഉറുമ്പിക്കര വെള്ളച്ചാട്ടം. കോട്ടയം ജില്ലയിലാണ്. മുണ്ടക്കയ മേഞ്ചാർ വഴി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഈരാറ്റുപേട്ട പൂഞ്ഞാർ വഴി നമുക്ക് ഉറുമ്പിക്കരയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഏന്തയാറിന്ന് ഒരു 2 കിലോമീറ്റർ അത്യാവശ്യം നല്ല ഓഫ് റോഡ് സഞ്ചരിച്ചാലാണ് നമുക്കിവിടെ എത്തിച്ചേരുവാൻ സാധിക്കുക. മഴക്കാലത്ത് വളരെ മനോഹരമാണ് ഉറുമ്പിക്കര വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഏതായാലും ഉറുമ്പിക്കരയിലേക്കാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അബൂ മറിയം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഏന്തയാറിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാണ് നമുക്ക് ഉറുമ്പിക്കരയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. വഴി അല്പം വീതി കുറവാണെങ്കിലും ഈ അടുത്ത കാലത്ത് നല്ലതുപോലെ ടാർ ചെയ്തിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. ഈ ഉറുമ്പിക്കര എത്തുന്നതിനൊരു 150 മീറ്റർ മുമ്പ് വരെയും നല്ല വഴിയാണ്. അപ്പോൾ നമുക്ക് 4 വീലർ 2 വീലറൊക്കെ ആയിട്ട് ഇവിടേക്ക് വരാൻ സാധിക്കും. നല്ല മഴയുള്ള മഴക്കാലത്ത് ഈ വഴി വരാതിരിക്കലാണ് നല്ലത്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായതിനാൽ ഇവിടെ ധാരാളം ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് വരാതിരിക്കലാണ് നല്ലത്. അപ്പോൾ നമ്മൾ വെള്ളാപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു പാലത്തിലെത്തിയിട്ടുണ്ട്. ഈ പാലത്തിൽ അല്ലേ ഈ കാണുന്നതാണ് വെള്ളാപ്പാറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഉറുമ്പിക്കര വെള്ളച്ചാട്ടം. ഈ പാലത്തിന് സൈഡിലൂടെയുള്ള വഴിയിലൂടെ നടന്നാൽ നമുക്ക് ആ മേളിൽ കാണുന്ന പാലത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പോൾ ഞാനതിൽ ആ സൈഡിലൂടെ ആ വഴിയിലൂടെ നടക്കുകയാണ്. നമുക്ക് ആ പാലത്തിൻ്റെ മുകളിലേക്ക് കയറാം. വരുന്ന വഴിയിൽ ഒരു ചെറിയ അമ്പലമുണ്ട്. ആ വെള്ളച്ചാട്ടത്തോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്. കണ്ടോ, ചെറിയൊരു അമ്പലം. അപ്പോൾ അതിനോട് ചേർന്നാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഉള്ളത്. ഈ പുറയിൽ കാണുന്നതാണ് ഉറുമ്പിക്കര വെള്ളച്ചാട്ടം. ഓക്കെ, അത്യാവശ്യം ഉയരമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. വളരെ ഉയരത്തിൽ നിന്നാണ് വെള്ളം ഇവിടേക്ക് വരുന്നത്. ഇത് അത്യാവശ്യം മഴക്കാലമായിട്ട് പോലും ഇവിടെ അധികം ആഴമില്ല. ഈ വെള്ളം വീഴുന്നിടത്ത് അധികം ആഴമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് സാധാരണക്കാർക്കൊക്കെ ഒന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അത്ര ആഴമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. നമുക്ക് കുറേ നേരം ഒന്നിരുന്ന് മഴയൊന്നും ഇല്ലെങ്കിൽ ഒന്നിരിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. കണ്ടില്ലേ, എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്നാൽ കുറച്ചും കൂടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കയറാനുള്ള വഴി സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ വഴിയിലൂടെ ഒന്ന് പോയിട്ട് വരാം.
ഇതാണ് ഉറുമ്പിക്കര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെ പാലത്തിൽ നിന്നും കിട്ടാവുന്ന കാഴ്ചകൾ. എൻ്റെ പുറകിൽ കാണുന്ന ഞാൻ ആ പാലത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ പുറകിലാണ് ആ വെള്ളച്ചാട്ടം ഇപ്പോഴുള്ളത്. കണ്ടില്ലേ, ആ ഉയരത്തിൽ വെള്ളം വീഴുന്ന ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ്. അപ്പോൾ ഇതാണ് വെള്ളാപ്പാറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഉറുമ്പിക്കര വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വളരെ മനോഹരമാണ്. വരാൻ സാധിക്കുന്നവരൊക്കെ വരിക. കാരണം ഒരല്പം ദൂരം സഞ്ചരിച്ചാൽ അല്പം പ്രയാസമാണ് എത്തിച്ചേരാൻ. എങ്കിലും വന്നാൽ വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാം. ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ട് പോകാം. കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ വെള്ളത്തിലൊന്ന് കുളിച്ചിട്ടൊക്കെ പോകാം. നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. ഇത്ര ഉയരമുള്ള വെള്ളച്ചാട്ടമാണ്, കണ്ടില്ലേ, ഒരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ എല്ലാവരും സാധിക്കുന്നവർ, പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലയിലുള്ളവർ അല്ലെങ്കിൽ ഈ വഴിക്ക് വന്നു പോകുന്നവരൊക്കെ ഇവിടെ തീർച്ചയായിട്ടും വരണം. ഈ കാഴ്ചകൾ കണ്ടിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.